Good morning. Welcome to Aura Unfiltered യൂട്യൂബ് ചാനൽ. ഇന്നലെയാണ് ഞാനും വൈഫും കൂടി വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം എന്ന സിനിമ കണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അധികം എക്സ്പെക്റ്റേഷൻസും ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ ചുരുക്കം വാക്കുകളിൽ ആ സിനിമയെക്കുറിച്ച് എനിക്ക് തോന്നിയ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ വീഡിയോ വേഗം തന്നെ വൈൻഡപ്പ് ചെയ്യാം. കാരണം കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. സിനിമ ഒരു ആവറേജ് മീഡിയോക്കർ സിനിമ, അത്രയേ ഉള്ളൂ. അത് കൂടുതലൊന്നും പറയാനില്ല. അതിൽ വില്ലനായിട്ട് അഭിനയിച്ച ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ, അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനിയും ഭാവിയിൽ സിനിമകൾ വരാൻ സാധ്യതയുണ്ട്. ഇതിൽ ഈ മോഹൻലാലിനെ അനാവശ്യമായിട്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുക, ആൻ്റണീസ് റെസ്റ്റോറൻറ്റ് എന്ന ഒരു ബിൽഡപ്പ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അനാവശ്യമായിട്ടുള്ള അദ്ദേഹത്തെ കൊണ്ട്, മോഹൻലാലിനെ കൊണ്ട് അനാവശ്യമായിട്ടുള്ള ഡയലോഗുകൾ പറയിപ്പിക്കുക, അതൊക്കെ വളരെ അരോചകമായിട്ട് തോന്നി. മേക്ക് യുവർ ഡാഡി പ്രൗഡ്, ഇത് നിൻ്റെ തുടക്കമാണ്. പിന്നെ 2-3 സീനുകളിൽ മോഹൻലാൽ ഇദ്ദേഹത്തിൻ്റെ വിസ്മയ മോഹൻലാലിൻ്റെ മീനുവിൻ്റെ ട്രെയിനറായിട്ട്, ഗുരുവായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ കാലം മാറി, ജെൻസി കിഡ്സാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി അവർ വേൾഡ് ക്ലാസിക്സും കൊറിയൻ സിനിമകളൊക്കെ കാണുന്നതാണ്. ആൻഡ് ദേ നോ ബെറ്റർ ദാൻ അസ് വാട്ട് സിനിമ ഈസ്. പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത്, വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നി ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മോഹൻലാൽ സിനിമകളിലെല്ലാം. മോഹൻലാൽ അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും ഒരു ചെറിയൊരു റോള്, അതൊരു അൺറിട്ടൺ നിയമം പോലെ എല്ലാ സിനിമകളിലും അദ്ദേഹം മുഖം കാണിക്കും. അപ്പോൾ ഇറ്റ് ഈസ് ഹൈ ടൈം ആൻ്റണി പെരുമ്പാവൂർ ഒരു ഫുൾ ലെങ്ത് സിനിമ ചെയ്യുകയും അത് മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ലെറ്റ് ഹിം ഡു ദി ആക്ടിങ് ആൻഡ് ലെറ്റ് ദി മോഹൻലാൽ ഡു ദി പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ റിവ്യൂ ഇവിടെ നിർത്തുന്നു. താങ്ക് യു ആൻഡ് ബൈ ബൈ.